നമ്മുടെ ജീവിതം എന്ന് പറയുന്നതേ ഒരു നാടകശാലയല്ലേ. ആ നാടകശാലയിലെ അഭിനേതാക്കളാണ് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം. കാരണം ആ നാടകശാലയിൽ ഒറ്റ അഭിനയം മാത്രമേ ഉള്ളൂ അല്ലേ. കൂടി വന്നാൽ ഒരു 50 വർഷത്തെ അല്ല 60 വർഷത്തെ 70 വർഷത്തെ അല്ലെങ്കിൽ ചിലർക്ക് 80, ഏറ്റവും കൂടിപ്പോയ 100 വർഷമൊക്കെ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും അതിനിടയ്ക്ക് പൊഴിഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചിലർ ആ നാടകത്തിൽ അഭിനയിച്ച് വിജയിക്കും, ചിലർ പരാജയപ്പെടുകയും ചെയ്യും ഇല്ലേ. പക്ഷെ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്. അതായത് പരാജയപ്പെടുന്നവരുടെയും വിജയിക്കുന്നവരുടെയും ലക്ഷ്യം ഒന്നാണ്, ജീവിതത്തിൽ വിജയിക്കണം. പക്ഷെ ഇടയ്ക്ക് ചിലർ പരാജയപ്പെട്ടു പോകുന്നു, ചിലർ വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കി. ശരിക്കും നമ്മുടെ ജീവിതം അതുപോലെ തന്നെയാണ്. അപൂർവം പേര് വിജയിക്കും, ചിലർ കഠിനാധ്വാനം ചെയ്ത് വിജയിക്കും, ചിലർ ഒന്നുമില്ല പരമ്പരാഗതമായിട്ട് സ്വത്തുക്കൾ കൈകാര്യം ചെയ്ത് അവർ കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകും. ഇടത്തരക്കാരെന്ന് വെച്ചാൽ അവർ ഒന്നും അല്ലാതെയായി പോകും, ചിലപ്പം രക്ഷപ്പെട്ടു പോകും. ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ധനികന്റെ മകൻ ദരിദ്രനായി തീരുമെന്ന്. കാരണം ധനികനായിട്ടിരുന്ന് കഴിയുമ്പോൾ പൈസ എല്ലാം മക്കൾ കൈകാര്യം ചെയ്ത് അവസാനം ധാരാളിച്ച് അവസാനം ഒന്നുമില്ലാത്ത ആയി പോകുന്ന അവസ്ഥയും കൂടെ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അല്ലേ. ഇങ്ങനെ ഒത്തിരി നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൂടെ നമ്മൾ കാണാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ളതിനൊക്കെ സൈക്കോളജിയിൽ ഒരു വാക്ക് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഇതിങ്ങനെ നമ്മൾ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ഉള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ചിന്തിച്ചിരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി തരുന്ന ഒരു വാക്കാണത് ലെറ്റ് ഗോ എന്നുള്ളത്. അത് അധികവും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന്, എങ്ങനെ നമുക്കതിനെ മറികടക്കാമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് എന്നാണെന്നറിയാവോ? കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കളയുക. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാല്യം, നമ്മുടെ കൗമാരോ യൗവനോ അല്ല, നമ്മുടെ ബാല്യം. നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മളെ മാതാപിതാക്കൾ അടിക്കുകയോ നമ്മൾ ഉപദ്രവിക്കുകയോ വേർതിരിവ് കാണിക്കുകയോ അല്ലെങ്കിൽ എന്നാ പറയണേ, ചിലരെയൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു അല്ലേ. ചിലര് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലൊരു മുറിവായിട്ട് കിടക്കുന്ന, ഇപ്പം നല്ല പ്രായമെത്തിയവർ ആ കുഞ്ഞിലത്തെ ബാല്യത്തിലെ ആ വേദനകൾ മുറിവായിട്ട് വെക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാവോ. അവർക്ക് മറക്കാനേ സാധിക്കില്ലാത്തവരുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിനെ മറക്കുക തന്നെ വേണം. അതിനെയൊക്കെ ലെറ്റ് ഗോ അടിച്ചു വിടുക. അതിന് നമ്മുടെ മനസ്സിൽ നിന്ന് കളയാതെ പറ്റില്ല. നമ്മുടെ കുഞ്ഞുനാളിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല അല്ലേ. അധികവും ഈ പ്രായമായ മനുഷ്യരാണ് ഇതിങ്ങനെ വിഷമങ്ങളായിട്ട് കൊണ്ടു നടക്കണേ. എനിക്കത് മറക്കാൻ പറ്റില്ല എന്ന് അവർ പറയുകയും ചെയ്യും. എൻ്റെ കുഞ്ഞിലെ അനുഭവങ്ങളൊന്നും, എൻ്റെ ജീവിതത്തിലെ ചെറുപ്പത്തിലെ അനുഭവങ്ങളൊന്നും എനിക്ക് മറക്കാൻ അങ്ങനെ പെട്ടെന്ന് സാധിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ. അത് മറക്കുക. അന്ന് ഒരു കാര്യം നമ്മൾ ചിന്തിക്കാം. ഇപ്പം എൻ്റെ പ്രായത്തിലുള്ളവരുടെയൊക്കെ മാതാപിതാക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാലത്തിൽ ഒരു ആകെ കൃഷിപ്പണി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഉള്ളവരാണെങ്കിൽ അങ്ങനെയായി. അവർക്ക് ഈ വേറെ ഒരു പൊതുമേഖലയായിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് ഒന്നുമായിട്ടൊരു ബന്ധങ്ങളില്ല. അവർക്ക് ആകെ ഉള്ളത് ഈ കൃഷിപ്പണി ചെയ്യുക, ഇങ്ങനെ കുറേ മക്കളെ പ്രസവിക്കുക, അവരെ വളർത്തുക, വേറെ ഒരു ചിന്തയില്ല. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള രീതികളുമായിട്ട് അവരങ്ങ് ജീവിക്കും. അവരുടെ ജീവിതം ആ 4 ചുവരുകളും ഒക്കെയാണ്. അപ്പം അവർക്ക് ഈ ഒത്തിരി മക്കളെയാണ് അവർ പ്രസവിച്ചു കൂടുന്നത്. അപ്പം അവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. മക്കളോട് ചിലരോട് എടുത്ത് അടിയൊക്കെ വെച്ച് തന്നിരിക്കും. അവരുടെ ആ എന്നാന്ന് പറഞ്ഞേ ആ ഒരു ജീവിത സാഹചര്യമാണ് അവരെ അങ്ങനെയൊക്കെ എത്തിക്കുന്നത്. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവരുടെ ആ ദുഃഖങ്ങളാണ് അവരെ ചിലപ്പോൾ നമ്മളെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ അവരുടെ അനുഭവങ്ങളാണ്. അങ്ങനെയൊന്ന് ചിന്തിച്ച് നമുക്കതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കാം ഇല്ലേ. പിന്നെ രണ്ടാമതാണ് പ്രതികാരം ചെയ്യുക എന്നുള്ളത്. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികാരം ചെയ്യാൻ നടക്കണം കണ്ടിട്ടില്ലേ. രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളിലും അല്ലെങ്കിൽ നമുക്കാണേലും ആരെങ്കിലും നമ്മളോടൊരു വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് പ്രതികാരം ചെയ്യണം എന്നൊരു ചിന്തയുണ്ട്. അതിനെ നമ്മൾ ലെറ്റ് ഗോ അടിച്ചു കളയണം. കാരണം അങ്ങനെ പ്രതികാരം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടി പോവുകയുള്ളൂ ഇല്ലേ. ചില കലാലയങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, വർഷങ്ങളോളം കോളേജുകൾ അടച്ചിടണമല്ലേ. അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ മറക്കുക. പ്രതികാരം ചെയ്യാൻ നമ്മളാരല്ലേ.
നമുക്കങ്ങനെ പ്രതികാരം ചെയ്യാൻ സാധിക്കുമോ? നമ്മളെപ്പോലെ തന്നെ ഒരു ജീവനുള്ള മനുഷ്യരല്ലേ. എന്തെങ്കിലും ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെയൊക്കെ നമ്മൾ മറക്കാനൊരു മനസ്സ് വെച്ചാൽ മാത്രം മതി. അത് പറയട്ടെ, പറഞ്ഞ പോട്ടെ, അതൊന്ന് രണ്ട് തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്നോർത്തോണ്ട് ഉന്തും തള്ളും കയ്യാങ്കളിയിലേക്കും പോകുമ്പോഴല്ലേ അത് പ്രതികാരത്തിലേക്കായി വരുന്നതല്ലേ. പിന്നെയുള്ളതാണ് അവഗണന. അയ്യോ, അതൊരു വലിയ സംഭവം കേട്ടോ. നമ്മൾ പലർക്കും പല സംഭവങ്ങളും സഹായങ്ങളും ചെയ്തു കാണും നമ്മുടെ നല്ല സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പേർക്ക് നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യരായിരിക്കും. നമ്മളിലേക്ക് നമ്മൾ ചെയ്ത ഉപകാരങ്ങളെല്ലാം അവരങ്ങ് മറന്നു പോകും. എന്നിട്ട് അവർ നമ്മളെ അവഗണിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര മനസ്സിനേക്കുന്ന ഏറ്റവും വലിയൊരു മുറിവായിരിക്കും അതല്ലേ. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ചെയ്തതെല്ലാം മറന്നു പോയിട്ട് പിന്നീട് നമ്മൾ അന്നൊക്കെ ഭയങ്കര സ്നേഹത്തോടെ വിളിച്ചോണ്ട് പിന്നെ അയാള് അവള് എന്നുള്ള അർത്ഥത്തിലേക്ക്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാനാണെങ്കിൽ എന്നെ അമ്പി എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നവർ പതുക്കെ പറയും അവള് വരുന്നുണ്ട്, അവള് എന്നുള്ള രീതിയിലേക്കായി വരുന്ന ഒരവസ്ഥ. നമ്മൾ ഇഷ്ടമല്ല, നമ്മൾ ചെല്ലുന്ന ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അങ്ങനെയുള്ളടത്ത് പോവാതിരിക്കുക. അതാട്ടെ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അവഗണിക്കുന്നിടത്ത് നമ്മൾ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള വിലയും കൂടെ ഇല്ലാതാവുകയുള്ളൂ. അവർ നമ്മളെ അംഗീകരിക്കാതെ കൂടിക്കൂടി വരികയുള്ളൂ. നമ്മളേതാണ്ട് ദയാദാക്ഷൻ. പക്ഷെ നമ്മളെയും കൊണ്ടാണ് അവർ ജീവിച്ചിരുന്ന ഒരു കാലത്ത് എന്ന് അവർ മറന്നു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളിടത്ത് പരമാവധി നമ്മൾ അകന്ന് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമുക്കും നല്ലത്, അവർക്കും നല്ലത്. അതാണ് അതിൻ്റെ പേര്. പിന്നീട് ഒരു പ്രശ്നത്തിൻ്റെ കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവരെയും നമ്മൾ ലെറ്റ് ഗോ അടിച്ചു വിട്ടേക്കുക. നമുക്ക് അപ്പം നമ്മുടെ മനസ്സിനൊരു ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവും. നമ്മുടെ സഹായങ്ങളൊന്നും ആർക്കും ആവശ്യമില്ലാത്ത സമയത്താണ് നമ്മളെ അവരെല്ലാം അവഗണിക്കണത് എന്ന് നമ്മൾ വിചാരിക്കുക. പിന്നെ അടുത്ത ക്രിറ്റിസിസം. നമുക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ടല്ലേ. ആർക്കും വിമർശിക്കാം. ആരെയും നമ്മൾ കണ്ടിട്ടില്ലേ, രാഷ്ട്രീയക്കാരെ ആണെങ്കിലും സിനിമാ നടന്മാരെ ആണെങ്കിലും ആരെയാണ് എല്ലാവരെയാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമുക്ക് വിമർശിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ അത് പോസിറ്റീവായിരിക്കണം. നമ്മൾ നെഗറ്റീവ് അടിക്കുന്ന രീതിയിൽ നമ്മളെ വെറുതെ ഒന്നുമല്ലാക്കുന്ന ആയ രീതിയിൽ വിമർശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിമർശനം കൊണ്ട് നമുക്ക് നന്നാകാൻ പറ്റുന്നതാണെങ്കിൽ ആ വിമർശനം നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അല്ല, ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് സന്തോഷപൂർവ്വം അത് സ്വീകരിക്കാം അല്ലേ. അത് ശരിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ട് അത് സ്വീകരിക്കാം. അതല്ല, ഞാൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റായ എല്ലാ കാര്യത്തിലും നമുക്ക് തിരിയാനും മറിയാനും പാടില്ലാത്ത രീതിയിൽ നമ്മൾ വിമർശിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരും ഇല്ലേ. നമുക്ക് പിന്നെ അത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ആ ബന്ധം പിന്നെ നമ്മൾ തുറന്നുകൊണ്ട് പോയിട്ടും കാര്യങ്ങളില്ല ഇല്ലേ. അങ്ങനെ ഒത്തിരി വിമർശിക്കുക. ചിലർ എന്നെന്നാ പറയണ ഭയങ്കരമായിട്ട് ഭാര്യനെ വിമർശിക്കണ, ഭർത്താവിനെ വിമർശിക്കണവർ, മക്കളെ വിമർശിക്കണവർ, അച്ഛനമ്മമാരെ ഇങ്ങനെ തിരിച്ചും അങ്ങനെ സഹോദരങ്ങൾ എന്ന് വേണ്ട എപ്പോഴും വിമർശനത്തിന്റെ മുൾമുനെ മാത്രം നിർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അതും ഒരു ഒറ്റപ്പെടലിന്റെ ഒരു ഭാഗം കൂടെ ആവും. അയാൾ ഒറ്റപ്പെടുവല്ലേ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയുള്ള വിമർശനങ്ങളും നമ്മൾ ഒഴിവാക്കുക. അത് നമ്മുടെ ജീവിതത്തിന് ഒത്തിരി ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം അതിനെ ലെറ്റ് ഗോ അടിച്ച് വിട്ടേക്കുക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണല്ലോ എന്ന്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഒത്തിരി ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പലതുമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സമാധാനമില്ലാതെ ഒന്ന് ഉറങ്ങാൻ പോലും, ഒരു സമാധാനത്തോടെ ഉറങ്ങാൻ പോലും സാധിക്കാത്ത എത്രയോ പേരുണ്ടായോ പല പല കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടി. അതിനെയെല്ലാം നമ്മളങ്ങ് എടുത്ത് കളഞ്ഞേക്കുക. നമ്മളെന്തിനാ നമ്മളായിട്ട് നമ്മുടെ ആരോഗ്യം ക്ഷയിപ്പിക്കണത് അല്ലേ. പല അസുഖങ്ങൾക്കും പല സംഭവങ്ങൾക്കും കാരണം നമ്മുടെ ചിന്തകളല്ലേ. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഏതാണ് അതാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ വിചാരിക്കും അവർക്ക് തന്നെ ഇഷ്ടമല്ല, ഇവർക്ക് തന്നെ. ചിലപ്പോൾ അവർ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം കൂടെ. അപ്പം നമ്മൾ വിചാരിക്കുക നമ്മൾ നല്ലത് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇല്ലേ. അവരെന്ത് വിചാരിക്കണമെന്ന് വിചാരിക്കാണ്ടിരിക്കുക. അവരുടെ മനസ്സ് വായിക്കാൻ നമുക്ക് അറിയത്തില്ല. അതിനൊരു ഉപകരണം ഇന്നുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ആ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖവും സങ്കടവും ഒക്കെ കൂടുതലായിട്ട് തന്നെ. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തേക്കുക. നമ്മൾ സ്ഥിരം എന്തൊക്കെയോ ചെയ്യുന്നത് അത് ചെയ്തേക്കുക. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോന്നോ നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. അമിത പ്രതീക്ഷ നമുക്ക് ദുഃഖത്തിലേ കൊണ്ട് എത്തിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള അമിത പ്രതീക്ഷയുള്ളതും നമ്മൾ ലെറ്റ് ഗോ അടിച്ചു വിട്ടേക്കുക. ഒത്തിരി ചിന്തിക്കാനൊന്നും പോകണ്ട. ഈ ലോകം അങ്ങനെയാണ്. നന്ദിയില്ലാത്ത ഒരു കൂട്ടം എന്ന് പറയുന്ന മനുഷ്യരെയാണെന്ന് പറയുന്നത്. ഒരു ജീവികളിൽ ഏറ്റവും നന്ദിയില്ലാത്ത മനുഷ്യരാണെന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് ആരോടും ഒരു സ്നേഹവും നന്ദിയോ ഒന്നുമില്ലാത്ത വ്യക്തികളാണ്. പട്ടിക്ക് എന്ത് സ്നേഹമുണ്ട് ഇല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടോ? പട്ടികൾ അവരുടെ യജമാനെയോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന അവൻ്റെ ചുറ്റുപാടിലുള്ളവരെയോ അവൻ ഭയങ്കര സേഫായിട്ട് നോക്കൂലേ. പക്ഷെ മനുഷ്യരെങ്ങനെയാണോ
മനുഷ്യരെ ആ പട്ടികളുടെ പോലും വില മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെ അങ്ങനെയുള്ളതല്ലേ, കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട് അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുക നമുക്ക് നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകം കൊണ്ട് ബാല്യ കൗമാര യൗവനത്തിലോ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. അവഗണനയും ക്രിറ്റിസിസവും എല്ലാത്തിനും എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. നമ്മൾ മുന്നോട്ട് പോവുക. ഇതേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ. അല്ലാണ്ട് ഇതിലൊന്നും പെട്ട് കിടക്കാണ്ടിരിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും.